ഒന്നും അറിയാതെ ഞാൻ ഈ സാധനം എടുത്ത് ഇറങ്ങി തിരിച്ചത്. ഞാൻ മെഹന്തി ഇടുമ്പോൾ അത് ഡാർക്ക് ആവാറേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് പേര് ബിഗ് ബി മെഹന്തിയുടെ റിവ്യൂ ഇട്ട് കണ്ടത്. അങ്ങനെ ഞാനും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പോയി വാങ്ങി, കൂടെ ഒരു നോർമൽ മെഹന്തി കോണും വാങ്ങി, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നും അറിയാതെ ഞാൻ ഈ സാധനം എടുത്ത് ഇറങ്ങി തിരിച്ചത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. നിങ്ങൾക്കും വഴിയേ മനസ്സിലാവും. ആദ്യമായിട്ട് ട്രൈ ചെയ്യണതുകൊണ്ട് സിമ്പിൾ ഡിസൈൻ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ എനിക്കിത് മാത്രം അറിയുന്നത് കൊണ്ടല്ല കേട്ടോ. കൈയുടെ ബാക്കിൽ സാധാരണ മെഹന്തി എനിക്ക് ഒട്ടും വിസിബിൾ ആവാറില്ല. പുതിയ കോൺ വെച്ച് എന്താ അവസ്ഥ എന്ന് നോക്കണമായിരുന്നു, അതുകൊണ്ട് ബാക്കിലും ഇട്ടു. ഇതൊരു ഇൻസ്റ്റൻറ്റ് മെഹന്തിയാണ്, വിച്ച് മീൻസ് 2 മിനിറ്റ്സിൽ ഇത് റിമൂവ് ചെയ്താലും സ്റ്റെയിൻ ആവും. പക്ഷെ ഞാനിത് 20 മിനിറ്റ്സ് വെച്ചു. ഡ്രൈ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചത്. പക്ഷേ ഇത് ഒട്ടും ഡ്രൈ ആയില്ല. സാധാരണ അങ്ങനെയാണല്ലോ, ഡ്രൈ ആവുന്നു നമ്മളത് സ്ക്രബ് ചെയ്ത് കളയുന്നു. ഇത് അങ്ങനെ ആയില്ല എന്ന് മാത്രമല്ല, റിമൂവൽ പ്രോസസ് വാസ് സോ മെസ്സി. അതിൻ്റെ ചന്തം നിങ്ങൾ കാണും കുറച്ച് നേരത്തിൽ. ബാക്കിലെ റിസൾട്ട്സ് വെച്ച് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ആ ചുറ്റുമുള്ള ഡോട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ബിഗ് ബി മെഹന്തി സൂപ്പറാണ്. ഞാൻ കുറച്ച് ഡാർക്ക് ആവുമെന്ന് വിചാരിച്ചപ്പോൾ ഇവർ ബ്ലാക്ക് ആക്കിയിട്ടാണ് എൻ്റെ കൈ തന്നിരിക്കുന്നത്. ഇത്രയും ഡാർക്ക് വേണ്ടായിരുന്നു. കുറച്ചുകൂടി കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യുന്നു തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.